SD സന്യാസിനിമാർ ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളി അനുസ്മരണം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ബിഷപ്പ് പാംപ്ലാനിയുടെ സമവായ സർക്കുലറിന് വിരുദ്ധമായി എറണാകുളം രൂപത പ്രോട്ടോസിഞ്ചുലിസ് ഫാദർ ജിമ്മി പൂച്ചക്കാട് കൊന്തുരുത്തിപ്പള്ളിയിൽ ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളി അനുസ്മരണത്തോട് അനുബന്ധിച്ച് കുർബാന ചൊല്ലിയതിൽ പ്രതിഷേധിച്ച് പയ്യപ്പള്ളി അച്ഛൻ സ്ഥാപിച്ച SD സന്യാസിനി സമൂഹത്തിലെ സുപ്പീരിയർ ജനറൽ ഉൾപ്പെടെ സന്യാസിമാരാണ് ചടങ്ങ് ബഹിഷ്കരിച്ചത്. ജനാഭിമുഖ കുർബാന ഉൾപ്പെടെ എല്ലാ കുർബാനകളിലും ബേമ അഥവാ വചനപീഠം ഉപയോഗിച്ചിരിക്കണം എന്നുള്ളത് ബിഷപ്പ് പാംപ്ലാനിയുടെ സമവായ സർക്കുലറിലെ സുപ്രധാന നിർദ്ദേശമാണ്. ഇത് ധിക്കരിച്ചാണ് ജിമ്മി പൂച്ചക്കാട് കൊന്തുരുത്തിപ്പള്ളിയിൽ ബേമ ഉപയോഗിക്കാതെ കുർബാന ചൊല്ലിയത്. ലത്തീൻ സഭയുടെ നിയമം അനുസരിച്ചും സീറോ മലബാർ സഭയുടെ നിയമം അനുസരിച്ചും കുർബാനയിൽ വചന ശുശ്രൂഷയ്ക്ക് മുഖ്യ അൾത്താരയിൽ നിന്ന് വ്യത്യസ്തമായി വചനപീഠം ആവശ്യമാണ്. പിതാവിന് വിപരീതമായി കാര്യങ്ങൾ നടന്നതോടെ SD സന്യാസിനി സമൂഹത്തിന്റെ ജനറാളമ്മയും ജനറൽ കൗൺസിൽ അംഗങ്ങളും ഉൾപ്പെടെ സന്യാസിനിമാർ കൊന്തുരുത്തി ഇടവകയിൽ അനുസ്മരണ ചടങ്ങ് ബഹിഷ്കരിച്ചു. എറണാകുളം പ്രോവിൻസിലെ ഏതാനും സിസ്റ്റേഴ്സ് മാത്രമാണ് പയ്യപ്പള്ളി അച്ഛൻ അനുസ്മരണ കുർബാനയിൽ പങ്കെടുത്തത്. മറ്റ് പ്രോവിൻസുകൾ അനുസ്മരണ കുർബാനയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നത് എറണാകുളം വിമതരെ ചൂടിപ്പിച്ചു. സന്യാസിനിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള എറണാകുളം വിമത വിഭാഗത്തിന്റെ പോസ്റ്റും പിന്നാലെ ഇറങ്ങി. സ്ഥാപകനെ ബഹിഷ്കരിച്ച് SD സന്യാസിനി സമൂഹം എന്നതാണ് തലക്കെട്ട്. അതൊന്ന് വായിക്കാം. തനിക്ക് വളരെയധികം അടുപ്പമുള്ളതും ഹൃദയം കൊണ്ട് വലിയ സ്നേഹവും ആദരവുമുള്ള സന്യാസിനി സമൂഹമാണ് അഗതികളുടെ സന്യാസികൾ എന്നറിയപ്പെടുന്ന SD സന്യാസിനി സമൂഹം. എന്നിട്ടും ഇങ്ങനെ പറയേണ്ടി വരുന്നത് വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും പറയേണ്ടത് പറയാതിരിക്കുന്നത് വലിയ തെറ്റാണ് എന്ന ബോധ്യമുള്ളതിനാൽ പറയുകയാണ്. വാഴ്ത്തപ്പെട്ട വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ ഓർമ്മ ദിവസം SD സഭയുടെ ജനറാളും കൗൺസിൽ അംഗങ്ങളും 6 പ്രൊവിൻസുകളിലെ പ്രതിനിധിയും പള്ളിയിലെ ചടങ്ങുകൾക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. എന്നാൽ സെന്റ് മേരീസ് പ്രൊവിൻസൻ ഒഴിച്ച് മറ്റെല്ലാവരും ഇന്നത്തെ ചടങ്ങുകൾ ബഹിഷ്കരിച്ചു. അതുകൊണ്ടാണ് ഈ കുറിപ്പ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള തീക്ഷ്ണമതിയായ സമർപ്പിതനാണ് ഫാദർ വർഗീസ് പയ്യപ്പള്ളി. ദരിദ്രർക്കിടയിൽ ക്രിസ്തുവിന്റെ ദൗത്യം തുടരുന്നതിനായി ഒരു സഭ സ്ഥാപിക്കുക എന്ന ആശയവുമായി അദ്ദേഹം മുന്നോട്ട് വന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ആ നാളുകളിൽ കേരളത്തിൽ ദരിദ്രരെയും നിരാലംബരെയും വൃദ്ധരെയും ബലഹീനരെയും തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും വീട്ടിൽ പരിചരിക്കപ്പെടാത്തവരെയും ആയ ആർക്കും വേണ്ടാത്തവരും അടിച്ചമർത്തപ്പെട്ടവരും പരിപാലിക്കുന്നതിനായി സംഘടിത ജീവകാരുണ്യ സേവനങ്ങൾ നൽകുന്നത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. സഹായത്തിനായുള്ള നിലവിളി എവിടെയായിരുന്നാലും അക്ഷീണം ഓടുന്നതായിരുന്നു ബഹുമാന്യനായ ഫാദർ വർഗീസ് പയ്യപ്പള്ളിയുടെ ജീവിത പ്രകൃതം. ആഴത്തിൽ വേരോടിയ ക്രിസ്തു ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ശക്തി ലഭിച്ചത്. ആ ചിന്തയ്ക്ക് ദൈവം നൽകിയ ഉത്തരമാണ് SD സന്യാസിനി സമൂഹം. 1927 പയ്യപ്പള്ളി അച്ഛനാൽ സ്ഥാപിതമായ ഈ സഭ ഇന്ന് പടർന്നു പന്തലിച്ചു. അനേകം സ്ഥാപനങ്ങൾ, അനേകം സ്കൂളുകൾ, ആതുരാലയങ്ങൾ, അഗതി മന്ദിരങ്ങൾ, അങ്ങനെ പലതുമായി സഭ വളർന്ന് പ്രോവിൻസുകൾ പലതായി. ജനറലേറ്റ് ഉണ്ടായി. 13 രാജ്യങ്ങളിലായി വിശാലമായ സാമ്രാജ്യം വളർന്നു. ഇനിയിപ്പോ പയ്യപ്പള്ളി അച്ഛൻ എന്തിന് എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളുണ്ട്. ഓർമ്മ ദിനങ്ങൾ വലിയ പ്രാധാന്യമുള്ളത് ആവണമെന്നില്ല. ഉണ്ടുറങ്ങാനില്ലാതിരുന്ന കാലത്ത് സഭയുണ്ടാക്കാൻ നടന്നവരെ പരിഗണിക്കണമെന്ന് പുതിയ കാല ഭരണാധികാരികൾക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ഒരു കുറച്ചിലായി അവർക്ക് തോന്നുന്നുണ്ടാവാം. എറണാകുളം ഉൾപ്പെടുന്ന സെന്റ് മേരീസ് പ്രൊവിൻസ് മാത്രമാണ് ഓർമ്മ ദിവസത്തിൽ പള്ളി ചടങ്ങുകൾക്ക് വരുന്നത്. ജനറാളമ്മയ്ക്കും ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കും സമയമില്ല. നാമമാത്ര പരിഗണന നൽകി അവരെല്ലാം ബാധ്യത തീർക്കുകയാണ്. കുർബാന തർക്കം എന്നുള്ള കാരണം അവർ കണ്ടെത്തുമായിരിക്കും. തർക്കമുണ്ടായാൽ തന്തയെ മറക്കുമോ എന്ന് ആരും ചോദിക്കാത്തിടത്തോളം കുഴപ്പമില്ല. കുർബാന തർക്കം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ജനറാളിനും കൂട്ടർക്കും നേരം വെളുക്കാത്തത് അവരുടെ മനോഭാവം വ്യക്തമാക്കുന്നതാണ്. അവരുടെ പ്രയോറിറ്റികൾ മാറിപ്പോകുന്നു എന്നാണ് അർത്ഥം. ചരട് പൊട്ടിയാൽ പട്ടത്തിന്റെ ലക്ഷ്യം തെറ്റും, നിയന്ത്രണം നഷ്ടപ്പെടും. ഈ അതിരൂപതയുടെ മണ്ണിൽ നിന്ന് കിളിർത്ത ഈ സഭയിൽ നിന്ന് ഇതുപോലെ അലസമായ സമീപനങ്ങൾ ഉണ്ടാകുന്നത് ദുഃഖകരമാണ്. പ്രിയപ്പെട്ട സിസ്റ്റർ ലിസ് ഗ്രേസ്, നിങ്ങൾ ബഹിഷ്കരിച്ചാലും ഓർമ്മ ദിവസങ്ങളെ അവഗണിച്ചാലും കബറിടത്തിൽ എത്തിയില്ല എങ്കിലും ഞങ്ങൾ വിശ്വാസികൾക്ക് പയ്യപ്പള്ളി അച്ഛൻ വാഴ്ത്തപ്പെട്ടവൻ തന്നെയാണ്. ഞങ്ങളുടെ മധ്യസ്ഥനാണ്. കണ്ണുണ്ടായാൽ പോരാ കാണണം, കാതുണ്ടായാൽ പോരാ കേൾക്കണം. നിങ്ങളിലെ ക്രിസ്തു ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. ഇതാണ് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ഇത്രയേറെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഈ പ്രമുഖ വിമതൻ എന്തുകൊണ്ടാണ് മാർപ്പാപ്പയുടെ വാക്കിന് പുല്ലുവില നൽകുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല.